ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്രാഫ്റ്റ് മാത്രമല്ല കുറച്ച് കുക്കിങ്ങും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ മേടിക്കുന്ന ഒരു ഐറ്റമാണ് അല്ലേ ഇതാ, ഞണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് വെച്ച് തന്നെയാണ്. നമുക്ക് കറിയും വെക്കാം, ക്രാഫ്റ്റും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞണ്ട് കൊണ്ട് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഞണ്ട് നന്നാക്കുമ്പോൾ നമ്മൾ തൊണ്ടെടുക്കില്ല, ആ തൊണ്ട് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. അതിനുവേണ്ടി നമ്മൾ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. സമചതുരമായിട്ടുള്ള ഒരു കാർഡ് ബോർഡ് കഷ്ണം വെട്ടിയെടുക്കുക. നമുക്ക് എന്നിട്ട് അതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പർപ്പിൾ കളറും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് എന്ത് കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീടിനനുസരിച്ച് വോളിനനുസരിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ താരം തൊണ്ട് എടുത്തിട്ടുണ്ട്. തൊണ്ട് നല്ലോണം സോപ്പിട്ടൊക്കെ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി സെറ്റാക്കി എടുക്കുക. എന്നിട്ടാണ് അതുപോലെ നമുക്കിനി പെയിൻറ്റൊക്കെ അടിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് വലിയ ഞണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ക്ലിയറായി നല്ല രീതിയിൽ കിട്ടുമെന്നറിയില്ല. പക്ഷേ കുഞ്ഞതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. ചെറിയ ഞണ്ട് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഞണ്ടിൻ്റെ തൊണ്ടൊക്കെ എടുത്ത് അതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പെയിൻറ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രഷിൽ അധികം വെള്ളം ഇല്ലാണ്ട് നോക്കുക. അധികം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇതുമേൽ തൊണ്ടുമ്മൽ പെയിൻറ്റ് പിടിക്കാത്ത പോലെ തോന്നും. അപ്പോൾ അധികം വെള്ളം ഇല്ലാണ്ട് ബ്രഷിൽ പെയിൻറ്റ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. നമുക്ക് കളറൊന്നും ഒഴുകി പോവാണ്ട് നല്ല രീതിയിൽ അവിടെ തന്നെ ഫിക്സായി നിന്നോളും. അല്ലെങ്കിൽ കുറേശ്ശെ ഇങ്ങനെ കണ്ടില്ലേ, ഞാൻ ആദ്യം ബ്രഷ് എടുത്തപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പെയിൻറ്റ് തട്ടാത്ത പോലെ നിന്നിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ സെറ്റായി കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ഒരേപോലത്തെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ഉണ്ടാക്കണേന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ 2 വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ട് ബട്ടർഫ്ലൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്തതും ഇതുപോലെ നമുക്കിഷ്ടപ്പെട്ട ഒരു കളറ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിന് വൈറ്റും ബ്ലൂവും ചേർന്നിട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇതുപോലെ ഞാൻ വൈറ്റും പർപ്പിളും ചേർന്നിട്ട്, അപ്പോൾ അതിൻ്റെ മേലെ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ അടിച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലെ എന്തെങ്കിലും കുത്തുകളോ വരകളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അതും അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ തുമ്പിയുടെ കൊമ്പൊക്കെയുള്ള ആ വാൽഭാഗം അതൊക്കെ വേണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്താഷെല്ലാണ് എടുത്തിരിക്കുന്നത്. അത് പിസ്താഷെല്ലുമ്പോൾ ഞാൻ ബ്രൗൺ കളർ അടിച്ചു കൊടുത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് ഞണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ആക്കി അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മക്കൾക്കൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇനി സെറ്റ് ചെയ്തെടുക്കണം. സ്റ്റിക്കറൊക്കെ മാറ്റി നമുക്കിനി അതിൽ ഫ്രെയിം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കത് ഫ്രെയിം ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പറും ഫെവിക്കോളും വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ ചെയ്തത്. അപ്പോൾ അതുപോലെ വെള്ളവും ഫെവിക്കോളും മിക്സ് ആക്കിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ മിക്സ് ചെയ്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അത് ഉണങ്ങി വരുമ്പോൾ നമ്മൾ ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കുക. ബ്ലാക്ക് കളറ് നല്ല രീതിയിൽ തിക്കായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒരു ഭംഗിക്ക് ഒരു മെറ്റാലിക് കളറ് അതുമ്മേ വിരലുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് അല്ലേ. നല്ല കിഡുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞണ്ടിൻ്റെ തൊണ്ടാന്ന് ആരും പറയില്ല, അതുപോലെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലത്തെ കുട്ടി കുട്ടി വീഡിയോസുകൾ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.